പ്രിയമുള്ളവരെ നമസ്കാരം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കൊല്ലം ജില്ലയിൽ യു.ഡി.എഫ് സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള സാഹചര്യമാണ് കാണുന്നത്. നിലവിലുള്ളവരുടെ 2 എം.എൽ.എമാരും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ എന്തായാലും മഹേഷിനെ തോൽപ്പിക്കുവാനുള്ള സാധ്യതയില്ല. കുണ്ടറയിൽ വിഷ്ണുനാഥും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ജനകീയരായ 2 എം.എൽ.എമാരാണ് അവർക്കിപ്പോൾ ഉള്ളത്. ആ നിലയിൽ നിന്നും അവരുടെ സ്ഥിതി മെച്ചപ്പെടും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. കുറച്ച് മണ്ഡലങ്ങൾ കോൺഗ്രസ്, പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട ഘടകകക്ഷി. പിന്നെ RSP ഉണ്ട്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പുനലൂർ അത് സാധ്യതയില്ല യു.ഡി.എഫ് പിടിച്ചെടുക്കുവാനായിട്ട്. കോൺഗ്രസും RSPയും കുറച്ചു സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് വിശകലനങ്ങളൊക്കെ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് 2021 2072 വോട്ടുകൾക്കാണ് ബിന്ദു കൃഷ്ണയെ മുകേഷ് പരാജയപ്പെടുത്തുന്നത്. മുകേഷിന് ഇനിയൊരു അവസരം കൂടി ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ചില കേസുകളിലൊക്കെ പ്രതിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അദ്ദേഹത്തെ നേരിടുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി CPM-ന്റെ പരിപാടികളിലൊന്നും അടുപ്പിക്കുന്നില്ല. ഔദ്യോഗിക പരിപാടികൾ പോലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന ചില വിശകലനങ്ങളാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ സീറ്റ് ലഭിക്കുവാൻ സാധ്യതയില്ല. സീറ്റ് ലഭിച്ചാൽ തന്നെ അദ്ദേഹം വിജയിക്കുവാനുള്ള സാധ്യതയും കുറവാണ്. ഒരുപക്ഷെ CPM അവിടെ പരിഗണിക്കുക ചിന്താ ജെറോമിനെ ആണ് എന്ന് പറയുന്നു. CPM സ്ഥാനാർത്ഥി ചിന്താ ജെറോം വന്നാലും അവിടെ കോൺഗ്രസിനെ ബിന്ദു കൃഷ്ണയാണ് വരുന്നതെങ്കിൽ പോലും അവിടെ വിജയിക്കുവാനുള്ള സാധ്യതകൾ ധാരാളമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ബിന്ദു കൃഷ്ണ മണ്ഡലം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു എന്നത് വലിയ വസ്തുതയാണ്. കഴിഞ്ഞ പ്രാവശ്യം കടുത്ത മത്സരത്തിനൊടുവിലാണ് അവർ പരാജയപ്പെട്ടത്. അവർ ആ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് വേണ്ടി അവർ ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള സാധ്യത തന്നെയാണ് വിശകലനങ്ങളിൽ വരുന്നത്. പക്ഷേ അവർ കഴിഞ്ഞ 3 ഇലക്ഷനുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് ഒരിക്കൽ നിയമസഭയിൽ മത്സരിച്ചു, ആറ്റിങ്ങൽ നിന്ന് ലോക്സഭയിൽ മത്സരിച്ചു, പിന്നെ കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. 3 പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി അവരെ പരിഗണിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും കൊല്ലം കോൺഗ്രസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെയധികമാണ്. ബിന്ദു കൃഷ്ണ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളും പുരോഗമിക്കുന്നത്. ചിന്തോ ജെറോം ബിന്ദു കൃഷ്ണ പോരാട്ടം വന്നാൽ അവിടെ കോൺഗ്രസ് വിജയിക്കും എന്ന ഒരു വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. മറ്റൊന്ന് ചടയമംഗലം നിയോജക മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന് ആകെ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 2001 പ്രയാർ ഗോപാലകൃഷ്ണനാണ്. CPIയുടെ ഒരു കുത്തക മണ്ഡലം എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അവിടെ വിജയിക്കും എന്ന് പറയുന്നതിനുള്ള ചില കാരണങ്ങൾ CPIയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒഴുക്ക് കോൺഗ്രസിലോട്ട് നടക്കുന്നുണ്ട് എന്നാണ്. CPIയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിമിത്തം കഴിഞ്ഞ ദിവസം മാത്രം 1000-ലധികം പ്രവർത്തകരാണ് CPIയുടെ വിവിധ ഭാരവാഹിത്വങ്ങൾ, വലിയ പദവികൾ വഹിച്ചിരുന്ന ആളുകൾ രാജിവെച്ച് കോൺഗ്രസ് ചേർന്നത്. അവരുടെ വോട്ടും അവരുടെ കുടുംബത്തിന്റെ വോട്ടും ഒക്കെ ചേർന്നാൽ കോൺഗ്രസ് അവിടെ വിജയിക്കുവാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഒരു ദിവസം 1000 പേരാണ് ചേർന്നത്. അങ്ങനെ കുറച്ചധികം ആയിരക്കണക്കിന് 2000-3000 പ്രവർത്തകർ CPIയിൽ നിന്ന് കോൺഗ്രസ് ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച MM നസീറിനെ തന്നെയാണ് ഇത്തവണയും പരിഗണിക്കാൻ സാധ്യത. അദ്ദേഹം ആ മണ്ഡലം അടിസ്ഥാനമാക്കി മാസങ്ങളോളമായി പ്രവർത്തിക്കുന്നുണ്ട്. മാസങ്ങളോളമല്ല, വർഷങ്ങളോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സാഹചര്യം നിലനിർത്തി, കാരണം CPIയിൽ നിന്ന് വലിയ ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്നു. ചിഞ്ചിറാണി അത്ര വലിയ അഭികാമിയായ സ്ഥാനാർത്ഥിയല്ല മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെ അധികമാണ് എന്ന ഒരു വിശകലനം നിറയുന്നുണ്ട്. മറ്റൊന്ന് കുന്നത്തൂർ മണ്ഡലമാണ്. കുന്നത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് കോവൂർ കുഞ്ഞുമോൻ, ഉല്ലാസ് കോവൂർ എന്ന് പറയുന്ന 2 RSPകൾ, ഒരു RSP LDFിനോടൊപ്പം മറ്റൊരു RSP, ഈ ഉല്ലാസ് കോവൂറിന്റെ RSP അത് ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും ഒക്കെ നേതൃത്വം നൽകുന്ന UDFിനോടൊപ്പമുള്ള RSPയും ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ്. 2016 20,592 വോട്ടുകൾക്കാണ് ഇടതുപക്ഷത്തുള്ള കോവൂർ കുഞ്ഞുമോൻ, ഉല്ലാസ് കോവൂർ എന്ന് പറയുന്ന UDFിനോടൊപ്പം നിൽക്കുന്ന RSP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ 2021 വരുമ്പോൾ ആ ഭൂരിപക്ഷം വളരെ കുറയുന്നുണ്ട്. ഏകദേശം 2000-ൽ പരം വോട്ടുകൾക്കാണ് RSPയുടെ കോവൂർ കുഞ്ഞുമോൻ അവിടെ വിജയിക്കുന്നത്. ഇപ്പോൾ ഉല്ലാസ് കോവൂർ ആ മണ്ഡലം അടിസ്ഥാനമാക്കി വർഷങ്ങളോളം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. ആ സീറ്റ് UDF പിടിച്ചെടുക്കും എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ UDF പിടിച്ചെടുക്കുവാൻ പറ്റുന്ന 3ാമത്തെ സീറ്റായി കുന്നത്തൂർ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ 2016 40,000-ത്തോളം വോട്ടുകൾക്കാണ് ഐഷ പോറ്റി വിജയിച്ചത്. പക്ഷേ 2021 വരുമ്പോൾ KN ബാലഗോപാലനും രശ്മിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. നേരത്തെ LDFിന് വേണ്ടി ഐഷ പോറ്റി 40,000 വോട്ടുകൾക്ക് വിജയിച്ച ആ മണ്ഡലം CPM വെറും 10,000 വോട്ടുകൾക്കാണ് നിലനിർത്തുന്നത്. അതായത് രശ്മി ഇലക്ഷന്റെ പല സമയങ്ങളും ലീഡ് ചെയ്തുവെങ്കിലും അവസാന നിമിഷം ഇപ്പോൾ നിലവിലുള്ള മന്ത്രി KN ബാലഗോപാൽ അവിടെ നിന്ന് വിജയിക്കുകയായിരുന്നു.
അതിനുശേഷം CPM-ൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി. ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിന്റെ വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു വേദികളിൽ മാത്രമല്ല പല വേദികളിലും അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഐഷ പോറ്റി ഒരുപക്ഷെ കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്രയായി അവിടെ മത്സരിച്ചാൽ ഐഷ പോറ്റിക്ക് വലിയ പിന്തുണയുള്ള മണ്ഡലമാണത്. കൊട്ടാരക്കര ഐഷ പോറ്റി കേരള കോൺഗ്രസിന്റെ തലതൊട്ടത്തപ്പനായ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ്. ഐഷ പോറ്റി ആ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിച്ചാൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ്. ഇനി ഐഷ പോറ്റി വന്നില്ലെങ്കിൽ തന്നെയും രശ്മി കടുത്ത മത്സരം കഴിഞ്ഞ തവണ കാഴ്ചവെച്ച മണ്ഡലമാണ്. അവർ ആ മണ്ഡലത്തിൽ സ്ഥിരമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വന്നാലും ആ മണ്ഡലം UDF-ന് വേണ്ടി പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെ അധികമാണ് എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊരു മണ്ഡലം ചവറയാണ്. ചവറയിൽ 2021-ൽ സുജിത് വിജയൻപിള്ള 1999 വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയത്. പരമ്പരാഗതമായി RSP മത്സരിക്കുന്ന മണ്ഡലം. ഷിബു ബേബി ജോൺ കഴിഞ്ഞ 2 ഇലക്ഷനുകളിലായി പരാജയപ്പെടുകയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ബേബി ജോൺ മത്സരിച്ച് സ്ഥിരമായി വിജയിക്കുന്ന മണ്ഡലം. പക്ഷേ അടുത്ത ഇലക്ഷനിൽ ആ മണ്ഡലം 1099 വോട്ടുകൾ മാത്രം കഴിഞ്ഞ തവണ സുജിത് വിജയൻപിള്ള വിജയിച്ച മണ്ഡലം അത് UDF-ന് വേണ്ടി RSP പിടിച്ചെടുക്കും എന്ന നിഗമനം തന്നെയാണ് നടക്കുന്നത്. കാരണം ഷിബു ബേബി ജോൺ ആ മണ്ഡലം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട് വലിയ രീതിയിൽ എന്ന ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊരു മണ്ഡലം അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. പത്തനാപുരമാണ്. ഗണേഷ് കുമാറാണ് അവിടെ LDF-ന് വേണ്ടി മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് ബിയുടെ. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല ആ മണ്ഡലത്തിൽ വളരെ നാളായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ടത് മുതൽ ജനങ്ങളോട് ഇടപഴകി ഈ കവലകളിലും ചായക്കടകളിലും ഒക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പൈസയുമുണ്ട്. പൈസ രാഷ്ട്രീയത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ആ മണ്ഡലക്കാരനാണ്. ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഒരുപക്ഷെ മരണത്തിന് ശേഷം മത്സരിക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് പറയാം. കാരണം ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് വേണ്ടി സരിതയെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ എന്ന വലിയ ഒരു ആരോപണം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ആ മണ്ഡലത്തിൽ വലിയ ചർച്ചയാകുവാൻ സാധ്യതയുണ്ട്. ആ ചർച്ചയുടെ ബലത്തിൽ ഒരുപക്ഷെ ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തുവാനും സാധ്യതയുണ്ട് എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി മരിച്ചതിനു ശേഷം മത്സരിക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് പത്തനാപുരത്തെക്കുറിച്ച് രാഷ്ട്രീയ വിശാരദന്മാർ വിശകലനം ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്താണെങ്കിലും കൊല്ലത്തിന് അദ്ദേഹത്തോട് വലിയൊരു ആത്മബന്ധമുണ്ട്. RSPക്ക് വലിയ വോട്ട് ബാങ്കുകളുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. അദ്ദേഹം ലോക്സഭാ അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണുകയാണ്. അദ്ദേഹം അങ്ങനെ ഇരവിപുരം മണ്ഡലം അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടെന്ന വാർത്തയും നിരക്കുന്നുണ്ട്. അങ്ങനെ ഇരവിപുരം മണ്ഡലം മത്സരിച്ചാൽ അത് RSP UDF-ന് വേണ്ടി പിടിച്ചെടുക്കുന്ന ഒരു മണ്ഡലമായിരിക്കും. അത് NK പ്രേമചന്ദ്രൻ മത്സരിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒരു വിജയമായിരിക്കും. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ UDF 3-4 സീറ്റുകൾ കൊല്ലം ജില്ലയിൽ നിന്ന് അധികം നേടുവാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിലെ 11 സീറ്റുകളിൽ 6-5 സീറ്റുകൾ UDF നേടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങൾ നിറയുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.